മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും വലിയൊരു ഉപതെരഞ്ഞെടുപ്പായിട്ട് ഇത്ര വലിയൊരു മത്സരം നടന്നിട്ട് പോലും 10,000 വോട്ടിൽ താഴെ പോയിരിക്കുന്നു. എന്താണ് സംഘടനാപരമായ ദൗർബല്യമാണ്? എന്താ അങ്ങനെ വിലയിരുത്തുന്നത്? കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ മാത്രം പറഞ്ഞ മൊഴിയും മറ്റൊരു സാഹചര്യത്തിലല്ല എന്നാണ് പൊതുവെ വരുന്ന പ്രതികരണങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സഞ്ജീവ് വനസ്പതിയൊക്കെ പറയുന്നത് പാലക്കാട് വ്യക്തിപരമായിരുന്നു തീരുമാനം. എന്നോടൊന്നും പറഞ്ഞില്ല സഞ്ജീവ്. സഞ്ജീവ് വനസ്പതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നേതൃത്വത്തിന് വീഴ്ച പറ്റിയൊന്ന് അന്വേഷിക്കണം, ആ കാര്യമായി അതൊക്കെ പ്രസിഡന്റ് പറയും. മഹാരാഷ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. സംസ്ഥാനത്ത് മുൻപ് പല ഘട്ടങ്ങളിൽ അങ്ങനെ അന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉള്ള ഒരു കാര്യം കൂടി കണക്കിൽ. അതെ. അല്ല, ആ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ 20-ാം തീയതി വരെ, 20-ാം തീയതി ആയിരുന്നു മഹാരാഷ്ട്രയിലെ പോളിംഗ്. 20-ാം തീയതി വരെ ഞാൻ ബോംബെ കേന്ദ്രമാക്കിയിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെ നടപ്പിലായി, എന്തൊക്കെ നടപ്പിലായില്ല, അതൊക്കെ പാർട്ടി വിലയിരുത്തും. ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്തായാലും ഇന്നലെ പറഞ്ഞതിന് അപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയും. അല്ല, അതിനാണല്ലോ പറഞ്ഞത്. അതാണ് പ്രസിഡന്റ് പറയുന്നത്. വേറെ എന്ത് പറയാനാ? പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടാണല്ലോ പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടി ശിവസേന എങ്ങനെ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തി, അത് ജനങ്ങൾ പ്രതികരിച്ചു ഇത്തവണ. അതാണ്